ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ ഇടയ്ക്കിടെ അതിൻ്റെ രാശികൾ മാറ്റാറുണ്ട്. ഈ സമയത്ത് അപൂർവമായ യോഗങ്ങളാണ് രൂപപ്പെടുന്നത്. ഈ വർഷം ദീപാവലി ദിനത്തിൽ 100 വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാരാജ യോഗം രൂപപ്പെടുന്നുണ്ട്. ഈ രാജയോഗത്തിൻ്റെ സ്വാധീനത്താൽ ചില രാശികളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വലിയ നേട്ടങ്ങളുമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ വർഷം ദീപാവലി ഒക്ടോബർ 20-നാണ്. 100 വർഷങ്ങൾക്ക് ശേഷം ദീപാവലി ദിനത്തിൽ രൂപപ്പെടാൻ പോകുന്ന രാജയോഗം ഹംസ മഹാപുരുഷ രാജയോഗം എന്നാണ് അറിയപ്പെടുന്നത്. ദേവന്മാരുടെ ഗുരുവാണ് വ്യാഴം. ഈ വർഷം ദീപാവലി ദിനമായ ഒക്ടോബർ 20-ന് വ്യാഴം അതിൻ്റെ സ്വന്തം രാശിയായ കർക്കിടകത്തിൽ നിന്ന് പിന്നോട്ട് സഞ്ചരിക്കും. വ്യാഴം സ്വന്തം രാശിയിൽ വക്രഗതിയിൽ വരുന്നതുകൊണ്ട് അന്ന് ഹംസ മഹാപുരുഷ രാജയോഗം രൂപപ്പെടുന്നു. ഈ യോഗം കാരണം ചില രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് ഉണ്ടാകാൻ പോകുന്നത്. അവർക്ക് ഭാഗ്യവും ജീവിതത്തിൽ നല്ല ഫലങ്ങളും ലഭിക്കും. പണത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. ജോലിയിലും ബിസിനസ്സിലും വലിയ പുരോഗതിയും വിജയവും നേടും. കർക്കിടക രാശി. ഗുരു പിന്നോട്ട് സഞ്ചരിക്കുന്നത് മൂലമുണ്ടാകുന്ന ഹംസ മഹാപുരുഷ രാജയോഗത്താൽ ഈ രാശിക്കാർക്ക് ഗുണം ലഭിക്കും. അവർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്ഥിരതയും ലഭിക്കും. ഏറ്റെടുക്കുന്ന എല്ലാ ജോലിയും ആത്മവിശ്വാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കും. വളരെ കാലമായി മാറ്റിവെച്ചിരുന്ന ജോലികൾ പൂർത്തിയാകും. കർക്കിടക രാശിക്കാരുടെ പ്രശസ്തിയും ബഹുമാനവും സമൂഹത്തിൽ വർദ്ധിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. അവിവാഹിതരായ യുവാക്കളുടെ വിവാഹ ശ്രമങ്ങൾ ഫലം കാണാനുള്ള സാധ്യതയുമുണ്ട്. വൃശ്ചിക രാശി. ഹംസ മഹാപുരുഷ യോഗത്തിൻ്റെ സംയോജനം ഈ രാശിക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പല യാത്രകളും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിർത്തിവെച്ച പല ജോലികളും പുനരാരംഭിക്കുകയും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യും. തൊഴിൽ ബിസിനസ് മേഖലകളിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായി സുഹൃത്തുക്കളുമായി സന്തോഷകരമായ സമയം ചിലവഴിക്കും. ആത്മീയ യാത്രകൾ നടത്തും. തുലാം. ദീപാവലി ദിനത്തിൽ രൂപപ്പെടുന്ന ഹംസ മഹാപുരുഷ രാജയോഗം തുലാം രാശിക്കാർക്ക് എല്ലാ തരത്തിലെ നേട്ടങ്ങളും ഉണ്ടാക്കും. ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റും. സമൂഹത്തിൽ ഇവരുടെ പ്രശസ്തിയും അന്തസ്സും വർദ്ധിക്കും. ബിസിനസ്സുകാർക്ക് ഇത് ശുഭകരമായ ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർ അത് പരിഹരിച്ച് സന്തോഷ ജീവിതം നയിക്കും. വിവാഹിതരല്ലാത്തവരുടെ വിവാഹ ശ്രമങ്ങൾ ഫലം കാണാനുള്ള സാധ്യതയുമുണ്ട്.